ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് മിന്ത്ര ഹോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് മിന്ത്രയിൽ നിന്ന് കുറച്ച് ക്ലോത്തിങ് ഐറ്റംസ് ആണ് ഈ തവണ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഈ ക്ലോത്തിങ് ഐറ്റംസ് എല്ലാം ഞാനൊരു 4 മാസം 5 മാസം മുൻപ് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം ഓൾമോസ്റ്റ് ഞാൻ ഇട്ട് നോക്കി ക്വാളിറ്റി ഒക്കെ എനിക്ക് അത്യാവശ്യം അറിയുന്നതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും. ഒരൊറ്റ ഡ്രസ്സ് മാത്രമാണ് ഞാൻ ഇതുവരെ ഇടാത്തതുള്ളൂ. അതാണ് ഈ ഒരു ഡ്രസ്സ്. ഇത് ഇത്ര നാൾ ഇവിടെ വിൻ്റർ ആയിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ലായിരുന്നു. ഇത് കുറച്ച് സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചൂടിലേക്ക് കടന്നതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. ഇതൊരു ഉടുപ്പാണ് കേട്ടോ. ഒരു മിഡി ലെങ്ത്തിൽ വരുന്ന ഉടുപ്പാണ്. നമുക്ക് ഹാഫ് സ്ലീവാണ് വരുന്നത്. ഈ ഒരു യോക്ക് പോർഷൻ മുഴുവനായിട്ടും നെറ്റാണ് കേട്ടോ. ഒരു പ്രത്യേകതരം ഗ്രീൻ അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലത്തെ ഭാഗവും ബാക്കിലത്തെ ഭാഗവും ഇതുപോലെ നെറ്റാണ് വരുന്നത്. താഴത്തോട്ടേക്ക് ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേസ്റ്റിൻ്റെ ഇവിടുന്ന് കുട്ടി കുട്ടി പ്ലീറ്റ്സ് ആണ് വരുന്നത്. ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് മിന്ത്രയിൽ ഒരാൾ പോലും ഇതിനകത്ത് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ 500 സംതിങ് ഉള്ളായിരുന്നു ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ആരും വാങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ സാധാരണ എപ്പോഴും ഇതുപോലെ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ ആൾക്കാർ വാങ്ങി റിവ്യൂസ് ഇട്ട സംഭവങ്ങൾ മാത്രമാണ് വാങ്ങാറുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് കുറച്ച് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രസ് ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. 515 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ്. സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ ഇതൊക്കെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എക്സൽ ആണ് കേട്ടോ. പിന്നെ ഇത് ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് 95% പോളിസ്റ്ററും 5% ഇലാസ്റ്റിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കളർ വരുന്നത് ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് ആണ്. നെക്ക് ലൈൻ ഇല്യൂഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് സ്റ്റൈലിംഗ് ഷോർട്ടാന്നും ക്ലോഷർ കൺസീൽഡ് സിപ്പാന്നും സർഫസ് സ്റ്റൈലിംഗ് പാനൽഡ് ആണെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇതുപോലത്തെ ഹൈ നെക്കാണ് കേട്ടോ വരുന്നത്. ഒരു ടേർട്ടിൽ നെക്കാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒരു സിബും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇത് ഞാൻ പുറത്തോട്ടേക്ക് ഇട്ടിട്ടില്ല. ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കട്ടെ. ഫോണിലുണ്ടെങ്കിൽ ഞാൻ അത് ഈ സൈഡിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്. ഇത് ക്വാളിറ്റി മോശമൊന്നുമില്ല. പിന്നെ നെറ്റാണ്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റ് ആട്ടോ. കാരണം ഞാനിവിടെ വന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു 3 കിലോ കുറച്ചിട്ടാണ് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ 5 കിലോ കൂടി. അതാണ് എൻ്റെ വെയിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് എനിക്ക് ഇത്തിരി ടൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഡ്രസ്സിൻ്റെ റേറ്റിങ്ങും റിവ്യൂസും ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് 4.3 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 7 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ബ്ലാക്കാണ് ആദ്യം കണ്ടത് കേട്ടോ. പക്ഷെ അത് സ്റ്റോക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഈ ഒരു ഷെയ്ഡ് സ്റ്റോക്കിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഓർഡർ ചെയ്തത് കേട്ടോ. അല്ലാതെ ഞാൻ ബ്ലാക്ക് തന്നെ ഓർഡർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു ഡെനിം ജാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് ജാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ആകെ നമ്മുടെ ബ്ലൂ കളർ ഡെനിം ജാക്കറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ബ്ലാക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു. അത് ഞാൻ റിട്ടേൺ ചെയ്തു. എന്നിട്ട് ഞാൻ മിന്ത്രയിൽ നിന്ന് വേറെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളത് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ ഡെനിം ജാക്കറ്റ് വരുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഒരുപാട് ലെങ്ത്ത് വരുന്നില്ല. ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഒക്കെ ലെങ്ത്താണ് കേട്ടോ. ഇത് നമുക്ക് ടോപ്പായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ജാക്കറ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇത് ഞാൻ ആദ്യം വാങ്ങിയത് എക്സൽ ആയിരുന്നു. അതെനിക്ക് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഞാൻ അത് റിട്ടേൺ ചെയ്യല എക്സ്ചേഞ്ച് ചെയ്തിട്ട് ലാർജ് ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം കാണാനുള്ളത്. നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഇത് ഇടാനും നല്ല കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം നമുക്ക് തണുപ്പ് സമയത്തൊക്കെ ഇടാനായിട്ട് നല്ലൊരു ജാക്കറ്റാണ് കേട്ടോ. ചൂട് സമയത്തും ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചൂട് എടുക്കുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്. ഇത് സസാഫ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ വിമൻ വൈറ്റ് സോളിഡ് ക്രോപ്പ് ഡെനിം ജാക്കറ്റ്. 794 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. ഞാൻ വാങ്ങുമ്പോഴും 700 സംതിങ് ഒക്കെ ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു റേറ്റിന് വാങ്ങിയാലും അത് ഭയങ്കര വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. എക്സ്ട്രാ സ്മോൾ, സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഈ സൈസസ് എല്ലാം അവൈലബിൾ ആണ്. 4.1 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 861 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ 100% കോട്ടൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയാട്ടോ, നല്ല കോട്ടൺ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റ് സോളിഡ് ക്രോപ്പ് ഡെനിം ജാക്കറ്റ് ഹാസ് എ സ്പ്രെഡ് കോളർ, 2 പോക്കറ്റ്സ്, ബട്ടൺ ക്ലോഷർ, ലോങ് സ്ലീവ്സ്, സ്ട്രെയിറ്റ് ഹെം ആൻഡ് അൺലൈൻഡ് ലൈനിങ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് ഒന്നും വരുന്നില്ല. പിന്നെന്താണ്, പോക്കറ്റ്സ് വരുന്നുണ്ട്. സ്ലീവ്സ് വരുന്നത് ഫുൾ സ്ലീവ്സ് ആണ് കേട്ടോ.
സ്ലീവിൻ്റെ താഴെയായിട്ടും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടൺ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ മടക്കി മടക്കി വെച്ച് അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിത് ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇട്ടിട്ടുമുണ്ട് അലക്കിയിട്ടുമുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും കേട്ടോ, നല്ല അടിപൊളി സംഭവമാണിത്. ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് വീണ്ടും ഒരു ഡെനിം ജാക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. നല്ല സോളിഡ് ബ്ലാക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ്, തിക്കാണ്, അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് വീണ്ടും സസാഫ്രസ് ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് XL ആണ് കേട്ടോ. ഇതും എനിക്ക് ലൂസ് തന്നെയാണ്, പക്ഷേ ഇത് ഞാൻ ലാർജ് എടുത്തില്ല, കാരണം ഒരുപാട് അങ്ങോട്ട് ലൂസില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് XL തന്നെയാണ് വാങ്ങിയത്. ഇതും നേരത്തെ കണ്ട പോലെ തന്നെ ഇതുപോലെയുള്ള ബട്ടൺ കാര്യങ്ങളും വരുന്നുണ്ട്. രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് താഴെ ഇട്ടതാ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ജാക്കറ്റിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 755 രൂപയാണ് കേട്ടോ. ഇത് സസാഫ്രസ് വിമൻ ബ്ലാക്ക് സോളിഡ് ഫ്രിഞ്ച്ഡ് ഹെം ഡെനിം ജാക്കറ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. 4.3 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 5000 പേരാണിത് റേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ സ്മോൾ, സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL ഈ സൈസസിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് 100% കോട്ടൺ ആണ്, മെഷീൻ വാഷ് ആണ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കൊടുത്തിരിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും വരുന്നത്. ഈ ഒരു ജാക്കറ്റ് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആ ഫോട്ടോസും കൂടി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് നേരിട്ട് കാണാനും എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഞാൻ അങ്ങനെയാണ് എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും അത് വാങ്ങിയിരിക്കുന്ന ആൾക്കാർ ഇട്ടിട്ടുള്ള റിവ്യൂസും ഫോട്ടോസൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ പൊതുവെ വാങ്ങിക്കാറ് കേട്ടോ. ചുരുക്കം ചില ഡ്രസ്സുകൾ മാത്രമാണ് റിവ്യൂസ് റേറ്റിംഗ് ഒന്നും നോക്കാതെ വാങ്ങിക്കാറ്. അപ്പോൾ ഈ പ്രൊഡക്ട്സിൽ ഏതെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡെനിം ഷർട്ടിൻ്റെ കാര്യങ്ങൾ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു വിൻ്റർ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ കാണിച്ചിട്ട് കാര്യമില്ല, അതെനിക്കറിയാം, വിൻ്ററൊക്കെ കഴിഞ്ഞു പോയി, എന്നാലും ഞാൻ കാണിക്കാം. ഇതാണ് സംഭവം. ബ്ലാക്കും വൈറ്റും ഗ്രേയും ഒരു ചാർക്കോൾ ഗ്രേയും ഒക്കെ കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ജാക്കറ്റല്ല, പുള്ളോവറാണ് കേട്ടോ. ഇത് ഫുൾ സ്ലീവാണ് വരുന്നത്. ഫുൾ സ്ലീവ് വരുന്നുണ്ട്. ഇത് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് ലാർജ് ആണ് കേട്ടോ, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര വലുതാണ്. അപ്പോൾ ഞാൻ കുറേ മടക്കിയൊക്കെ വെച്ചിട്ടും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ കുറച്ച് ലൂസുള്ള ടൈപ്പാണ് ഇടുന്നത് നല്ലത്. പക്ഷേ എങ്കിലും ഇത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര വണ്ണം തോന്നിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ആണെങ്കിൽ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയേനെ. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഷോൾഡർ ഒരു പ്രത്യേകതര ഷോൾഡർ, ഇങ്ങനെ എന്താണ് ഇനി പറയാം, ഇവിടെ പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു സ്റ്റിച്ചിങ് വരുന്നില്ല ഇതിന്. ഇതിങ്ങനെ ഒഴുകി പോണ അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ, അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എനിക്ക് ഓൾറെഡി ഈ ഷോൾഡർ വിരിവുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിച്ചിങ് ആകുമ്പോൾ ഒന്നും കൂടി വിരിവ് തോന്നിക്കും ഷോൾഡറിന്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇതിനുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നൂലിങ്ങനെ പൊന്തില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവും, എനിക്കറിയില്ല, കണ്ടോ ഇങ്ങനത്തെ നൂല് പൊന്തുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഞാൻ 1-2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അലക്കിയിട്ടില്ല. അലക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് എന്താ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഇതാണ് അടുത്തൊരു പർച്ചേസ്. കാണാൻ നല്ലതാണ്, നല്ല തിക്കാണ്, ബോഡിയിൽ നല്ല വോമാക്കി വെക്കുന്നുണ്ട്, പിന്നെ ഇടാനും നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നൂല് ഇങ്ങനെ ചെറുതായിട്ട് പൊന്തുന്ന പോലത്തെ ഒരു ഇതെനിക്ക് തോന്നി. പിന്നെ ഷോൾഡർ വിരിവ് കുറച്ചധികം വിരിച്ച് കാണിക്കുന്ന പോലെയും എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഇലാസ്റ്റിക് പോലെ നിൽക്കുന്നത്, ഈ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഈ യോക്കിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെയുള്ളൊരു ഡിസൈനാണ് വരുന്നത്, കണ്ടോ, നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ടോ. നമുക്ക് ക്രിസ്മസ് ഒക്കെ പോലെ തോന്നുന്ന ഒരു ടൈപ്പ് ആ ഒരു വൈബ് കിട്ടുന്ന ഒരു പുള്ളോവറായിട്ട് എനിക്ക് തോന്നി. ബാക്ക് ഇതിൻ്റെ പ്ലെയിൻ ആണ് കേട്ടോ, ബാക്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്ലീവിൻ്റെ ഈ ഒരു താഴത്തോട്ടേക്ക്, അതായത് കണ്ടോ ഈ ഒരു ഭാഗത്തേക്കും ആ സെയിം ഡിസൈൻ പോകുന്നുണ്ട്. ഇതാണ് അടുത്തൊരു പർച്ചേസ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ കുറച്ച് വണ്ണം തോന്നിക്കുന്ന കാരണം കൊണ്ട് ആ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയുള്ളൂ. ഇത് ബ്രാൻഡ് വരുന്നത് റോഡ്സ്റ്റർ ആണ് കേട്ടോ. റോഡ്സ്റ്റർ വിമൻ ബ്ലാക്ക് ആൻഡ് ഗ്രേ സെൽഫ് ഡിസൈൻ പുള്ളോവർ. ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, ഒറ്റ പീസ് പോലും സ്റ്റോക്കിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് 1699 രൂപയാണ് ഇട്ടേക്കുന്നത്. അത് സ്റ്റോക്കില്ലാത്ത സംഭവങ്ങൾക്കൊക്കെ അത്രയും വലിയ റേറ്റാണ് കാണിക്കാറ്. ഇതിൻ്റെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് ആക്രിലിക് ആണ്, റൗണ്ട് നെക്ക് ആണ്, ലോങ് സ്ലീവ്സ് ആണ്, മെഷീൻ വാഷ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് ഗ്രേ സെൽഫ് ഡിസൈൻ പുള്ളോവർ ഹാസ് എ റൗണ്ട് നെക്ക്, ലോങ് സ്ലീവ്സ്, റിബ്ഡ് ഹെം, അങ്ങനത്തെയൊക്കെയാണ് ഡീറ്റെയിൽസിനകത്ത് പറയുന്നത് കേട്ടോ. പിന്നെ ഇത് 4.4 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 2.3K ആൾക്കാരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ വാങ്ങി, ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ള നല്ല ഒരു റിവ്യൂസിലുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ
കുറേ ആൾക്കാർ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് അടുത്തൊരു പർച്ചേസ്. അപ്പോൾ ഈ 4 ക്ലോത്തിങ് ഐറ്റംസ് ആണ് എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത്. ഇനി ഞാൻ ഹസ്ബൻഡിന് എടുത്തിട്ടുള്ള കുറച്ച് 1-2 സംഭവങ്ങൾ കാണിക്കാം. അപ്പോൾ ഹസ്ബൻഡിന് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഐറ്റം വരുന്നത് ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡ് ഭയങ്കര ഭംഗിയായിട്ട് ഈ ഷെയ്ഡ് എനിക്കറിയില്ല, ഇതൊരു തരം ബ്രൗൺ ഷെയ്ഡാണ്. ഒരു പ്രത്യേക ഭംഗിയുള്ള നല്ലൊരു ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഇത് തിക്കല്ല കേട്ടോ, കുറച്ച് തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. എന്നാൽ ഭയങ്കര തിന്നല്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. ഒരുപാട് തിക്കല്ല, ഭയങ്കര തിന്നല്ലാത്ത ഒരു മെറ്റീരിയലാണ്. ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിൻ്ററിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വാങ്ങിയത്. പക്ഷെ ഇത് അങ്ങനെ ഭയങ്കര ബോഡിയെ വോമാക്കി വെക്കുന്ന ടൈപ്പ് അത്രയും തിക്കൊന്നല്ല കേട്ടോ, കുറച്ച് തിൻ മെറ്റീരിയൽ തന്നെയാണ്. റൗണ്ട് നെക്കാണ് വരുന്നത്, ഫുൾ സ്ലീവ് ആണ്. പിന്നെ ഇത് ബ്രാൻഡ് വരുന്നത് മാസ്റ്റർ ആൻഡ് ഹാർബർ ആണ് കേട്ടോ. മാസ്റ്റർ ആൻഡ് ഹാർബർ സെൽഫ് സ്ട്രൈപ്ഡ് ഡ്രോപ്പ് ഷോൾഡർ ടീഷർട്ട്. ഇത് ഷോൾഡർ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, കുറച്ച് ഓവർ സൈസ്ഡ് ടീഷർട്ട് പോലെ ഷോൾഡർ ഇങ്ങനെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പോൾ സ്മോളും ലാർജും മാത്രമാണ് സ്റ്റോക്ക് ഉള്ളൂ. 549 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് 60% കോട്ടനും 40% പോളിസ്റ്ററാണ്. ബ്രൗൺ ടീഷർട്ട് ഫോർ മെൻ, സെൽഫ് സ്ട്രൈപ്ഡ്, റൗണ്ട് നെക്ക്, ലോങ് ഡ്രോപ്ഡ് ഷോൾഡർ സ്ലീവ്സ്, നൈറ്റഡ് കോട്ടൺ ഫാബ്രിക്, റെഗുലർ ലെങ്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടീഷർട്ടാട്ടോ. കാണാനും എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ട്. ക്വാളിറ്റി കുറച്ച് തിന്നാന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ ഭയങ്കര തിന്നല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ ഒന്നും തോന്നില്ലെങ്കിലും അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ചെറിയ രീതിക്ക് സ്ട്രൈപ്സ് വരുന്നുണ്ട് കേട്ടോ. അത് നേരിട്ട് വിസിബിൾ ആണ്, പക്ഷേ ക്യാമറയിൽ ചിലപ്പോൾ അത്രയ്ക്കും ക്ലിയർ ഉണ്ടാവില്ല. കണ്ടോ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, എനിക്കിതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഡെനിം ഷർട്ടാണ് അടുത്ത സംഭവം. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഡെനിം ഷർട്ടാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, എന്താ പറയുക, നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു സംഭവം. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇത് കാണാൻ വരുന്നത്. ഇത് ഓൾറെഡി കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ ആൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ മടക്കി ചുരുട്ടിക്കിരിക്കുന്നത്. 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. ഇത് പിന്നെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. ഇത് ഹൈലാൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മെൻ ഫെയ്ഡഡ് ഓവർ സൈസ്ഡ് ടീഷർട്ട്. 4.5 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 36 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇത് ഇപ്പോഴത്തെ റേറ്റ് വെറും 812 രൂപയാണ് കേട്ടോ. ഞാൻ 1100-200 എങ്ങാണ്ടാണ് ഞാനിത് വാങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു 1000 എബവ് റേറ്റ് വരും ഇതിന്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇടാനും സുഖമാണ്, ഇട്ടിട്ട് കാണാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ റേറ്റ് 812 രൂപ വരുന്നുള്ളൂ. 39-40 ഇതൊക്കെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് യൂഷ്വലി എടുക്കുന്ന സൈസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. 42 എടുക്കുന്ന ആൾ 40 എടുത്താലും മതി. ഇത് ഓവർ സൈസ്ഡ് ടീഷർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു സൈസ് ചെറുതെടുത്താലും നമുക്ക് അത്യാവശ്യം ലൂസായിട്ട് തന്നെ ആ ഒരു ലൂസ് ഫിറ്റിൽ തന്നെ കിടക്കും. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്. ഇത് ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ്. അതുപോലെ തന്നെ ബ്ലൂ സോളിഡ് ഒപ്പേക് കാഷ്വൽ ഷർട്ട്, ഹാസ് എ സ്പ്രെഡ് കോളർ, ബട്ടൺ പ്ലാക്കറ്റ്, 2 പാച്ച് പോക്കറ്റ്സ്, ലോങ് റെഗുലർ സ്ലീവ്സ്, കർവ്ഡ് ഹാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെഷീൻ വാഷാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഷർട്ടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതും എന്തായാലും ഒരു അടിപൊളി പർച്ചേസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയിൽ ലാസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു കാർഗോ പാൻസ് ആണ് കേട്ടോ. ഇത് ഞാൻ ഹസ്ബൻഡിന് എടുത്തിട്ടുള്ളതാണ്. ഇതൊരു റസ്റ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രൗൺ അങ്ങനത്തെ ഒരു തരം ഷെയ്ഡാണ് കേട്ടോ. ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഹസ്ബൻഡിന് ഈ ഷെയ്ഡ് വലിയ താല്പര്യമായില്ല, അതുകൊണ്ട് അധികം അങ്ങോട്ട് ഇട്ടിട്ടില്ല, അലക്കിയിട്ടില്ല. ഞാൻ എന്തായാലും ഒറ്റ പ്രാവശ്യം കണ്ട് ഇട്ടിട്ടുള്ളൂ, അധികം നേരം ഇട്ടിട്ടുമില്ല. ആൾക്ക് ഇങ്ങനത്തെ ഷെയ്ഡിനോട് വലിയ താല്പര്യം ഇല്ല എന്ന് തോന്നുന്നു പാൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാണാനുള്ളത്. പക്ഷേ നല്ലതാട്ടോ, വീടായിട്ടിരിക്കാൻ മാത്രമുള്ള പൊട്ട കളറൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതുപോലത്തെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പോക്കറ്റ്സും കുറേ വരുന്നുണ്ടല്ലോ. ബാക്കിൽ 2 വരുന്നുണ്ട്, പിന്നെ സൈഡിൽ മുകൾ ഭാഗത്ത് 2 വരുന്നുണ്ട്, പിന്നെ താഴത്തും അതായത് ഒരു മിഡിൽ ഈ ഒരു പോർഷനിലും 2 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 പോക്കറ്റ്സ് ഇതിന് മൊത്തത്തിൽ വരുന്നുണ്ട്. ഇത് ദ ഇന്ത്യൻ ഗരാജ് കോ അങ്ങനെയാണ് ബ്രാൻഡിൻ്റെ പേര് കേട്ടോ. 34 ആണ് സൈസ്, കുറച്ച് ലൂസാണ് ആൾക്ക്. പിന്നെ ഇതിൻ്റെ സൈഡ് ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തിരുന്നു കേട്ടോ. ഭയങ്കര ലൂസാണ് തൈസിൻ്റെ അവിടെയൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കുറച്ച് ഭാഗം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്വാളിറ്റി നല്ലതാണ്, കളറും ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡല്ലേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനത്തെ ഷെയ്ഡിൻ്റെ വലിയൊരു ഫാനല്ല. ഇത് കുറച്ച് ഉദിച്ച് നിൽക്കുന്ന ടൈപ്പ് ഒരു ഓറഞ്ചാണ് കേട്ടോ.
ആൾക്ക് കുറച്ചും കൂടി ബ്ലാക്ക്, ഗ്രേ, ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡ്സാണ് ഇഷ്ടം. ഞാൻ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ, എന്നും സെയിം അങ്ങനത്തെ ഷെയ്ഡ്സ് തന്നെയാണല്ലോ എപ്പോഴും യൂസ് ചെയ്യാറ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ. ഇതും നല്ല ഷെയ്ഡ് തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണെന്നില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പോലത്തെ അങ്ങനത്തെയൊക്കെ ഷെയ്ഡ്സ്, ബ്ലാക്ക്, ഗ്രേ, ബ്ലൂ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഓഫ് വൈറ്റ് അങ്ങനത്തെ ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇഷ്ടമാവാൻ വഴിയില്ല. ആളൊരു 1-2 വട്ടം കണ്ടാണ് ഇത് ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ഇതിനെല്ലാ ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് മാച്ച് ചെയ്ത് പോവില്ല കേട്ടോ. കുറച്ച് ഷെയ്ഡ്സ് മാത്രമാണ് ഇതിൻ്റെ കൂടെ മാച്ചായി പോവുള്ളൂ. ഇതിൻ്റെ കൂടെ ചില ഷർട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഷർട്ടല്ല ടീഷർട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഇതും അതും കൂടി ചിലപ്പോൾ കോൺട്രാസ്റ്റായി, അതായത് മാച്ച് ചെയ്ത് പോകാനായിട്ട് സാധ്യതയില്ല. ബ്ലാക്കൊക്കെ ഇതിന് നന്നായിട്ട് ചേരും കേട്ടോ, അതുപോലെ വൈറ്റും നന്നായിട്ട് ചേരും. പിന്നെ ചില കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇതും ഒരു പ്രത്യേകതരം ഷെയ്ഡാണ്. നമ്മൾ മുകളിൽ ഇടുന്ന ടോപ്പും ഒരു പ്രത്യേകതരം ഷെയ്ഡാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഞാനും ഇട്ട് നോക്കി കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഈ ഭാഗം എനിക്ക് കുറച്ച് ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ ഞാനിത് അടിച്ച് മാറ്റിയാനേ. ഈ ഒരു വേസ്റ്റിൻ്റെ അവിടെ ടൈറ്റ് ഉള്ള കാരണം കൊണ്ട് ഞാൻ മെലിഞ്ഞാൽ മാത്രമാണ് എനിക്കിത് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്, ഒരു റയർ ഷെയ്ഡുമാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പർച്ചേസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 812 രൂപയാണ് കേട്ടോ. ഇത് ദ ഇന്ത്യൻ ഗരാജ് കോ മെൻ റസ്റ്റ് ബ്രൗൺ സോളിഡ് സ്ലിം ഫിറ്റ് കാർഗോ ജോഗേഴ്സ്, അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. 4.1 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 481 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 30, 32, 34 ഇത് മാത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് കോട്ടൺ ഇലാസ്റ്റൈൻ എന്നാണ്. അതുപോലെ തന്നെ റസ്റ്റ് ബ്രൗൺ വോവൻ കാർഗോ ജോഗേഴ്സ് സ്ലിം ഫിറ്റ് മിഡ് റൈസ്. ലെങ്ത് കൊടുത്തിട്ടുള്ളത് റെഗുലർ, പാറ്റേൺ സോളിഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് ഫ്രണ്ട് വിത്ത് നോ പ്ലീറ്റ് ഡിസൈൻ, 6 പോക്കറ്റ്സ് വരുന്നുണ്ട്. ബട്ടൺ ക്ലോസ്റ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സിപ്പ് ഫ്ലൈ, കഫ്ഡ് ഹെം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്. അപ്പോൾ ഈ തവണ മിന്ത്രയിൽ നിന്ന് വാങ്ങിയത് എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഫസ്റ്റ് സംഭവം മാത്രം എനിക്കിപ്പോൾ പാകമല്ല, ഇടാം, പക്ഷെ എന്നാലും കുറച്ച് ടൈറ്റാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വണ്ണം വെച്ചു. അപ്പോൾ അതുകൊണ്ട് അതെനിക്കിപ്പോൾ കുറച്ച് ടൈറ്റാണ്. കുറച്ച് തടിയുള്ളവരാണെങ്കിൽ നമുക്ക് സൈസ് കിട്ടില്ല കേട്ടോ. അതിനകത്ത് മാക്സിമം XL ആണ് വരുന്നതെന്നുണ്ടെങ്കിലും XL-ഉം ഒരു ലാർജിൻ്റെ ഒക്കെ ഒരു സൈസാണ് വരുന്നത്. അങ്ങനെ അപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.